an object an object an object has a charge of 1 coulomb and gains and gains 5 into 10 raised to 18 electrons. The net charge on the object becomes dash. On the object becomes dash. ഒന്ന് ചെയ്ത് കാണിച്ചു തരും. 2 മിനിറ്റ് തരാം. ഇത് MCQ വളരെ സിമ്പിളാണ്. അറിയാമോ ഡേബ്രിയ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഹലോ. No, sir. ഓക്കെ. ഏബൽ? So do we use Q equals any equation? എനിക്ക് ഫൈനൽ ആൻസർ ആവേണ്ടേ. Wait, let me give me a second. ലോവിസ് ആർക്കെങ്കിലും ഞാനത് ചെയ്ത് കാണിക്കും. നിങ്ങൾ 5 into 10 raised to 18 ആണോ സർ? 5 into 10 raised to 18 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അത് n അല്ലേ? അത് n ആണ്. നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. So is it 2 into 10 raised to 70? No. അല്ല. നമുക്ക് നോക്കാം. നോക്കിയോ, നിങ്ങൾ ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി 1 കൂളംബ് ചാർജ് ഈ ഒബ്ജക്റ്റിനകത്തുണ്ട്. അതിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്തു. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യന് ഞാൻ എന്തായാലും തന്നത് 1 കൂളംബ് ആൻഡ് ഓക്കെ. അപ്പോൾ 1 കൂളംബ് ചാർജ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ കൂടെ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്? 5 into 10 raised to 18 ഇലക്ട്രോണിനെ കൂടി ഇതിനകത്ത് ആഡ് ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ചാർജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലയോ? അപ്പോൾ നോക്കിയോ, നമുക്കറിയാം Q = N into E ആണ്. 5 into 10 raised to 18 ഇലക്ട്രോൺസ് ആഡ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നെഗറ്റീവ് ചാർജ് ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പം നെഗറ്റീവും കൂടി ഇട്ടേക്കണം, കാരണം ഇവിടെ നെറ്റ് ചാർജാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ആഡ് -2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നെഗറ്റീവ്? ഇത് നമുക്കിങ്ങനെ കൊടുക്കാം, 5 into 10 raised to 18 into 1.6 into 10 raised to -90. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Q = 16 × 5 80. 1.8 നെഗറ്റീവ് 8.0 into 10 raised to 19 അല്ലേ? 11 എഫക്റ്റ് 11 വരുമ്പം 5 കൂളംബ് മൈക്രോ കൂളമാണ്. അത്ര 1 കൂളംബ് അല്ലേ? 5 into 10 raised to 18 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 18 ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 10 raised to 1 വരുന്നു, 10 raised to -1 വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സിമ്പിളി എന്താക്കാം? നെഗറ്റീവ്
8 കൂളംബ് എന്നാക്കാം, ശരിയല്ലേ? അല്ല, -0.8 കൂളംബ് എന്നാക്കാം അല്ലേ? -0.10⁻⁻1 അല്ലേ? 0.8 കൂളംബ് എന്നാക്കാം. അപ്പം ഓൾറെഡി എന്താണ് 1 കൂളംബ് ഇവിടെ ഉണ്ട്. അപ്പം നെറ്റ് ചാർജ് എന്താണ്? നെറ്റ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വലിയ ചാർജ് മൈനസ് ചെറിയ ചാർജ് ചെയ്യുക. അപ്പോൾ 1 കൂളംബ് മൈനസ് എന്താണ് -0.8 കൂളംബ്. അപ്പം എന്ത് വരും? 1 + 0.8 കൂളംബ്. അപ്പോൾ നമുക്ക് 1.8 കൂളംബ് എന്ന് വരും. ഇതായിരിക്കും എൻ്റെ ആൻസർ. So, why did you put a minus നോക്കട്ടെ. negative sign on 5 × 10⁻18? നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്ലസ് അല്ലേ ചെയ്യേണ്ടത്? അതായത് 1 + -0.8 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 1 - 0.8 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 0.2 കൂളംബ് ആയിരിക്കും എൻ്റെ ആൻസർ കേട്ടോ. So why did you put a negative sign on 5 × 10⁻18? കാരണം അത്രയും ഇലക്ട്രോൺസ് ഓൾറെഡി 1 കൂളംബ് ചാർജ് അതിനകത്തുണ്ട്. അതിനകത്ത് അത്രയും നെഗറ്റീവ് ചാർജ് ചേർക്കുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിൻ്റെ ചാർജ് അത്രയും നെഗറ്റീവ് കൂടി നിൽക്കുമല്ലേ? അതിൻ്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു, നെഗറ്റീവ് ചാർജ് അത്രയും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് എന്തായാലും അവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ. Yes, sir. ഇവിടെ നോക്കിയോ, ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് എടുക്കുന്നു. ഇതിനകത്ത് 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് ന്യൂട്രലാണ്. ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞായിരുന്നത്. ഇനി ഇതിനകത്ത് ഒരു 10 ഇലക്ട്രോൺ ഉണ്ട്, 10 പ്രോട്ടോണും ഉണ്ട്. ഇതിനകത്ത് ഞാനൊരു 200 ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്യുമ്പം ഇപ്പോൾ എത്രയായി? 210 ഇലക്ട്രോണായി, 10 പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജായി, ഈ ബോഡി നെഗറ്റീവ്ലി ചാർജ് ആയിട്ട് മാറി, ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു, ചാർജ്ഡായി. മനസ്സിലായോ ഡേബ്രിയ? മനസ്സിലായോ? Yes, sir. ഓക്കെ. ഈ നെറ്റ് ചാർജ് കണ്ടുപിടിക്കുന്ന നോക്കിയാണ് ഞാൻ ആദ്യം ഒന്ന് എന്താണ് കൂടിയത് മൈനസ് കുറഞ്ഞതെന്നാണ്. പക്ഷെ അല്ല, നമ്മൾ അത് എന്താണ് നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവാണ്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ കൂടിയത് മൈനസ് കുറഞ്ഞതെന്ന് എടുക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം എന്താണ് ആഡ് ചെയ്യുക ചെയ്യുന്നത്, നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യുക. നോർമലി അങ്ങനെയാണല്ലോ നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് നോക്കാം എന്തായാലും. അഭിരാമിനും ലോയിസിനും മനസ്സിലായിരുന്നു? Yes, sir. അഭിരാം? Yes, sir. എന്തായാലും ഒരു ന്യൂമറിക്കലിനായിട്ട് നമുക്കൊരു ക്ലാസ് എന്തായാലും എടുക്കണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാമേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് രണ്ടും ഇതുപോലെ സിമ്പിളാണ്, എന്നാലും ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഈ ക്വസ്റ്റ്യനോട് ഒന്ന് എഴുതിക്കോ. ത്രീ പോയിന്റ് ചാർജസ് 1 picocoulomb are kept at the vertices of an equilateral triangle of side 10 centimeter. Find the net electric field at the centroid
സെൻട്രോയിഡ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഡയഗ്രാമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. അതായത് 3 പോയിന്റ് ചാർജ് 1 പൈക്കോ കൂളംബ് ചാർജാണ്. പൈക്കോ കൂളംബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 10⁻⁻12 ആണ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. 10⁻⁻12 കൂളംബ് എന്ന് വരും. അപ്പം 3 പോയിന്റ് ചാർജ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൽ 3 പോയിന്റ് ചാർജ് വെച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് ഇവിടെ ഒരു പൈക്കോ കൂളംബ്, ഇവിടെ ഒരു 1 പൈക്കോ കൂളംബ്, ഇവിടെ ഒരു 1 പൈക്കോ കൂളംബ്. ഓക്കെ ആണല്ലോ. നമുക്ക് അതും 10 സെൻറ്റിമീറ്റർ അപ്പാർട്ടായിട്ടാണ് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, അതായത് മീഡിയൻ ഇവിടെ നിന്നും, അതേപോലെ തന്നെ ഈ വെർട്ടീസിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, പെർപെൻഡിക്കുലറായിട്ട് ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ. അതേപോലെ ഇവിടെയും വരയ്ക്കുന്നു. ഇത് മൂന്നും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ സെൻട്രോയിഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. So the electrical field in the electrical field due to all 3 vertices are the same, right? Because they are all 1 piko coulomb. Yes. എല്ലാ ക്വസ്റ്റ്യൻ 2 എഴുതി തെറ്റിയത്. 5 2 വെച്ച് എഴുതിയോ? 2 പ്രാവശ്യം വെച്ച് എഴുതിയോ? 3 പ്രാവശ്യം വെച്ച് എഴുതണം. എന്നാ ബാക്കിയോട് അത് ബൈഹാർട്ട് ചെയ്ത് ചുമ്മാ എഴുതാനല്ല പറഞ്ഞത്, അത് മനസ്സിലാക്കി എഴുതുന്നത്. മനസ്സിലായോ? 2 പ്രാവശ്യം നോക്കി എഴുതിയിട്ട് 3ാമത്തെ പ്രാവശ്യം തന്നെ എഴുതി നോക്കുക. Sir, is it 2.7? എന്തായിരുന്നു മോനെ? Electrical field, is it 2.7? The net electric field 2.7. 2.7 ആണോന്നോ? Yeah. അല്ല. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങളിപ്പം +1 തിങ്ക് ചെയ്ത പോലെ തന്നെ ചെറിയ രീതി, അതൊരു ചെറിയ കൺസെപ്റ്റാണ്. കുറച്ച് ബ്രെയിൻ ഇച്ചിരി ബ്രോഡാക്കി വെച്ചിട്ട് നമ്മൾ പഠിച്ച തിയറികൾ ഒന്ന് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ബ്രെയിനെ ഒന്ന് ബ്രോഡാക്കി ചിന്തിച്ചാൽ മാത്രമേ ഈ വർഷത്തെ ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിസിക്സ് ഒരു നോർമൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ആൻസർ പോലെയൊക്കെ കിട്ടും. എന്നാൽ അതല്ലായിരിക്കും ആൻസർ. ഫൈനലി നമ്മൾ ആൻസറിന് വ്യത്യാസം കാണും. അപ്പോൾ അത് എങ്ങനെ അതിനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തിയറി കൃത്യമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക, ഒപ്പി അങ്ങോട്ട് എടുക്കുക. അത് ബൈഹാർട്ട് ചെയ്യേണ്ടത് ബൈഹാർട്ട് ചെയ്യുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അതാണ് നമുക്ക് കൂടുതലും വരേണ്ടത്. കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ കുറച്ചുകൂടെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ എടുത്തിട്ട് 3 പോയിന്റിൽ നമ്മൾ സെയിം ചാർജിനെ വെച്ചിരിക്കുകയാണ്.
അതിൻ്റെ എഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പം അത് ആ രീതിയിൽ നമ്മൾ നമ്മുടെ എന്താണ് റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക റിലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അവിടെ നോക്കിയോ. നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് ചാർജ് ആയിരുന്നിട്ട് പോസിറ്റീവ് ചാർജിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്തായാലും നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കണം, ശരിയല്ലേ? ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ ഈ 1 കൂളംബ് ചാർജ് ഈ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ടേക്ക് തള്ളും, ഈ 1 കൂളംബ് ചാർജ് ഈ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ടേക്ക് തള്ളും, ഈ 1 കൂളംബ് ചാർജ് ഈ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ടേക്ക് തള്ളും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണ്? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് E1 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് E2 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് E3 എന്ന് എടുക്കാം. ഓക്കെ, ഇത് ഒരു ഇപ്പോൾ എന്തെന്നെടുക്കാം, ഓക്കെ ഇതിനെ നമുക്ക് എ എന്ന് എടുക്കാം, ഇതിനെ ഈ പോയിന്റിനെ ബി, ഇത് ബി ഇത് സി എന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എ ബി സി എങ്ങനെ വേണേൽ എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ 3 ഇലക്ട്രിക് ഫീൽഡിന് നെറ്റാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എന്താണ് E1 = E2 = E3 ആണ്. മൂന്നും സെയിം ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, അതിനെ E എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത് E1 ആയിട്ടാണ് എടുത്തത്, ഇത് E2 ആയിട്ടാണ് എടുത്തത്, ഇത് E3 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഇക്വിലാറ്ററൽ ആംഗിൾ ആയതുകൊണ്ട് തന്നെയും അതിൻ്റെ മീഡിയൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ, തമ്മിൽ വരുന്ന ആംഗിൾ തന്നെ ഇത് എന്ന് പറയുന്നത് 120 120 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ആൾക്കാരുടെ നെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ +1 പഠിച്ച പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ആദ്യം റിസൾട്ടൻ്റ് ഓഫ് E1 ആൻഡ് E2 കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എന്താ p² + q² + 2pq cos θ അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്, ഇല്ലയോ? അതായത് ഇതിപ്പം പാരലോഗ്രാമിൻ്റെ ഒരു എന്താണ്, 2 സൈഡാണ്, അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. ഇത് തീറ്റ ആണെങ്കിൽ ഇത് പിയും ഇത് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഡയഗണൽ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ √ എന്താണ് p² + q² + എന്താ 2pq cos θ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അപ്പം ഇതിനെ പാരലോഗ്രാമിൻ്റെ ഒരു സൈഡായിട്ടും ഇതിനെ അഡ്ജസ്റ്റൻ്റ് ഇപ്പുറത്തെ സൈഡായിട്ടും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ E1ൻ്റെ E2ൻ്റെ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തെന്ന് എഴുതാം, അത് കണ്ടുപിടിക്കാൻ വേണ്ടി അതൊന്നും കണ്ടുപിടിക്കണ്ട, ഇപ്പം ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് കാണിക്കണം, ഇത് 2 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് ഇത് ചെയ്ത് കാണിക്കണം. അപ്പം നമുക്ക് എന്താണ് റിസൾട്ടൻ്റ് എടുക്കണമെങ്കിൽ റിസൾട്ടൻ്റ് = √ ഇത് രണ്ടും ഇക്ക് തുല്യമാണ്. അപ്പം E² + 2 × E cos 120 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ഓൾറെഡി ഈ റിസൾട്ടൻ്റ് ഇങ്ങോട്ടാണ്, ഇതിൻ്റെ റിസൾട്ടൻ്റ് തന്നെ ഇങ്ങോട്ടാണ്. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഈ നെറ്റ് എന്തായിട്ട് പോകും, ഈ നെറ്റ് 0 ആയിട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ആൻസർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് കാണിക്കുമ്പോൾ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് എന്താണ് 2e² വരും പ്ലസ് 2e² cos 120ക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഇൻറ്റു -1/2 എന്ന് കൊടുക്കാം. cos 120 -1/2 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇവിടെ നമുക്ക് 3e² കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 2e² - 2e² എന്ന് എടുക്കാം, e²/2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, 4 LCM എടുക്കുമ്പോൾ 4e² - 2e²/2 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2e²/2 എന്ന് എടുക്കാം. ഇത് എല്ലാം റൂട്ടിനകത്താണ് കേട്ടോ, ഇതെല്ലാം റൂട്ടിനകത്താണ്. 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ടൻ്റ് എന്ത് തന്നെ കിട്ടും, E² ആണ്, √e² E തന്നെയാണ്. അപ്പം നമുക്കറിയാം റിസൾട്ടൻ്റ് ഓഫ് E1 ആൻഡ് E2 ഈസ് E ആൻഡ് ഇറ്റ് ആക്ട്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് പ്രൂവ് ചെയ്ത് കാണിക്കില്ല. ഇത് E വന്നുകൊണ്ടാണ് ഓപ്പോസിറ്റിലുള്ളതും E തന്നെ ആയതുകൊണ്ടാണ് ക്യാൻസൽ ആയിപ്പോയത്. ഇപ്പോൾ ഈ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ വേറൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നെറ്റ് വേറെ എന്തെങ്കിലും വാല്യൂ വരത്തുള്ളൂ. കാരണം ഇങ്ങോട്ടേക്കുള്ള വാല്യൂവും നിങ്ങളൊന്ന് നോക്കിയേ, ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആണ് വേണ്ടത്, ഇതിൻ്റെ വാല്യൂ ആണ് ഈ കിട്ടിയത്.
ഇയും ഈ E3യുടെ വാല്യൂയും ഈ തന്നെ ആയതുകൊണ്ടാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നപ്പോൾ അത് നെറ്റ് 0 ആയിപ്പോയത്. ഇവിടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടണമെങ്കിൽ കൂടിയ വാല്യൂ ഏതാ അത് മൈനസ് കുറഞ്ഞ വാല്യൂ ചെയ്യുമ്പോഴാണ് റിസൾട്ടൻ്റ് കിട്ടുക. അത് ഓർത്തോണം. അതുകൊണ്ടാണ് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് ചുമ്മാ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് E3 whose value is also E. So net electric field is equal to 0 എന്നെടുക്കാം. കത്തിയോ? മനസ്സിലായോ? ഏവില് മനസ്സിലായോ? Yes, sir. So what I did was